ബാക്കിയുള്ളവർക്കെല്ലാം സോഷ്യൽ മീഡിയയിലുണ്ട്. ഞാൻ ഇത് നോക്കി അങ്ങ് ചെയ്തോളാം. ഇത് അയാളെ കയ്യിൽ ഫാൻ ലെറ്ററോ? ഫാൻ ലെറ്റർ സപ്പോർട്ട് ഉണ്ടാവുന്നല്ല, ഗൈഡൻസ് കാണും. അല്ല അയാള് മൊത്തം ഇപ്പൊ അയാള് മറ്റേ ബാക്കിയുള്ള ടീമുകൾ കണക്കല്ല. നീയൊക്കെ ഇതിനെ കുറിച്ച് എന്ത് സാധനം എഴുതിയാലും ഞാനിവിടെ ആ ഒരു സാധനം. ബാക്കിയുള്ള ആനിമെ പോലെ അല്ല വൺ പീസ് എന്ന് പറഞ്ഞാൽ. വൺ പീസിന് പുള്ളി എല്ലാത്തിനും മേൽനോട്ടം ഉണ്ട്. ലൈവ് ആക്ഷൻ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ബ്രാൻഡിങ് ചെയ്യാൻ കഴിയുന്ന ഒരാളാണ്. കാരണം പുള്ളിക്കാരൻ വൺ പീസിനെ ബ്രാൻഡ് ചെയ്തിരിക്കുന്നത് വേറെ രീതിയിലാണ്. അത് കണ്ടില്ലായിരുന്ന മറ്റേ സ്വിറ്റ്സർലാൻഡിൽ എവിടാണ്ട് നെതർലാൻഡിലാണ്ട് മറ്റേ സിനിമ കാണാൻ വേണ്ടി ഇങ്ങനെ കയ്യും ബാഗ് കെട്ടി പോയി ഇന്നാണ്ടില്ല സീരീസ് കാണാൻ വേണ്ടി. അത് ഗ്ലോബിൽ വന്നായിരുന്നു. അത് രണ്ടും വന്നു. ഇപ്പൊ റീസെന്റ് വന്നു. നെക്സ്റ്റ് ബെസ്റ്റ് ക്യാരക്ടർ ഡിസൈൻ. നല്ലൊരു ചോയ്സാണ്. നോമിനീസ് ഡാൻഡലാൻ, ഡണ്ടൻ മുഷി, ഡീമൺ സ്ലെയർ, ഫ്രേയർ, കൈജു നമ്പർ 8, അപ്പോത്തേക്ക് ഡയറീസ്. സത്യം പറഞ്ഞാൽ ഈ 6 അടുത്ത് എല്ലാത്തിനും ഇട്ട് കഴിഞ്ഞാൽ എല്ലാത്തിനും ലിസ്റ്റ് ആയി. സത്യം ആണ്. കാരണം കഴിഞ്ഞ കാര്യമായിട്ട് അതേ വന്നിട്ടുള്ളൂ. എടാ വന്നിട്ടുണ്ട്. അണ്ടർ റേറ്റഡ് ആയിട്ടൊക്കെ എത്ര എണ്ണം പോയിട്ടുണ്ടായിരിക്കും. നമ്മള് കാണുന്നത് ഇത്രയും കാണാത്ത. അത് ഈ വർഷം 2025 എൻഡ് ചെയ്യുന്നത്. മറ്റേ മാഷിലെ പോലെ 24 അല്ലല്ല ഫെബ്രുവരിയിലാണ്. ഓർബ് ഈ വർഷമാണ്. അളെ കണ്ടില്ലല്ലോ ഇതുവരെ. അതൊന്ന് കാണണം. എല്ലാരും കാണുന്നില്ല, നിർബന്ധമില്ല കേട്ടോ. നീ ചിലപ്പോ പെയിന്റർ ആയി പോവും. ശരിയാ, വേണ്ട. ഇതിലെല്ലാരും നല്ലൊരു ഇതാണ്. രണ്ടുപേരും നല്ല രീതിക്ക് പെയിന്റർ ആകത്തില്ല. അത് കണ്ടാൽ നീ ശരിക്കും പെയിന്റർ ആവുമായിരുന്നു. പെയിന്ററിന്റെ ശരിക്കുള്ള ഫ്യൂച്ചർ ആവത്തില്ല. ഞാൻ പറ, ഇവനത് കാണാന്നുണ്ടെങ്കിൽ ഇവന്റെ ഡ്രീം എനിക്കൊരു പോപ്പ് ആവണമെന്നായിരിക്കും. വേൾഡ് ഒക്കെ ഭരിക്കാലോ, നല്ല രസമല്ലേ? മാർപ്പാപ്പയ്ക്ക് പോപ്പൊന്നും പറയാ. അവരാണ് ഇതിനകത്തുള്ള മെയിൻ വില്ലന്മാര്. വില്ലന്നല്ല, വേറെ പലരും ഉണ്ട്. ഇല്ലെന്നില്ല. പിന്നെ പറഞ്ഞ പലയിലോട്ട് പോകും. ഇത്രയും കാലമായിട്ട് ക്യാരക്ടർ ഡിസൈനകത്തെ ഞാൻ നീ മാങ്ക വായിച്ചിട്ടില്ലേ? മാങ്ക വായിച്ചുള്ള അറിവിനകത്തെ സത്യം പറഞ്ഞ മാങ്കയ്ക്കകത്തുള്ള ക്യാരക്ടർ ഡിസൈനിനെ അതുമായിട്ടൊന്ന് അടുത്ത് എത്ര സത്യം പറഞ്ഞ ആനിമയ്ക്ക് പറ്റിയിട്ടുണ്ടല്ലേ. ബാക്കിയുള്ള ആനിമയിൽ അങ്ങനെ എത്ര പറ്റിയിട്ടില്ല പല ആനിമകൾക്കും. ഒരു ക്രാബൊക്കെ ഓടുന്ന സീനൊക്കെ അത്യാവശ്യം നന്നായിട്ട്. സക്കാമോട്ടോ ഡേയ്സിൽ അവന്മാരെ കൊണ്ട് പറ്റിയിട്ടില്ല ഈ പറഞ്ഞ ഈ മാങ്കയ്ക്കകത്തുള്ള സാധനം അഡാപ്റ്റ് ചെയ്ത് ക്യാരക്ടർ ഡിസൈൻ കൊണ്ടുവരാൻ. പക്ഷെ ഇതിന് നല്ല രീതിയിൽ പറ്റിയിട്ടുണ്ട്. എനിക്കത് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഓർമ്മ വന്നത് വൺ പഞ്ച് മാൻ ഇവന്മാർ ചെയ്താ കൊള്ളാരെന്ന് തോന്നിപ്പോയി. ഈ പറഞ്ഞ സയൻസ് ആരും ചെയ്തായിരുന്നെങ്കിൽ. പക്ഷേ ലൈക്ക് ഇവര് കുഴപ്പമില്ലാതെ വൺ പഞ്ച് മാൻ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, പ്രാർത്ഥിക്കാം. വേറൊന്നും പറയാനില്ല. അടുത്തത് ആനിമേഷൻ കൊടുത്തത് ഡീമൺ സ്ലെയർ. ഒരൊറ്റ സീൻ മതി. പക്ഷെ ആ ഒരു ഒറ്റ എപ്പിസോഡ് കൊണ്ട് നമുക്കത് പറയാൻ സാധിക്കുമോ? ഡിസർവിംഗ് ആണ്. ആ ഒരു ഒറ്റ എപ്പിസോഡ് മാത്രമല്ല, ഇതുണ്ട് ഓവറോൾ നോക്കിയാലും ഇതിൽ തന്നെ ഡണ്ടൻ മുഷിയുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഡണ്ടനില് മറ്റേ സുമോ ഉണ്ടല്ലോ, ആ സുമോ വരുന്ന സീന് ഇവർക്ക് ആനിമേറ്റ് ചെയ്യണം. പക്ഷെ അവർക്കറിയാം അവരുടെ ഏറ്റവും എക്സ്റ്റെൻഡിൽ അവർ ചെയ്താൽ പോലും ആ മാങ്കയ്ക്കകത്ത് വരച്ചു വെച്ചിരിക്കുന്നില്ലേ, അത് ടച്ച് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവർ ചെയ്ത പരിപാടി എന്തുവാ, മാങ്ക പാനൽ കാണിച്ചവിടെ. ഓർമ്മയില്ലേ, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിലെ മാങ്ക പാനലാണ് കാണിക്കുന്നത്. സുമോ മറ്റേ നിന്ന് കത്തുന്നത് മാങ്ക പാനലാണ് കാണിക്കുന്നത്. അപ്പോൾ അവർക്ക് അവരുടെ എക്സ്റ്റെൻഡ് അവിടെ അത് കഴിഞ്ഞ് പോകത്തില്ലെന്ന് അവർക്ക് മനസ്സിലായി ഈ പറഞ്ഞ സയൻസ് ആരുവിന്. പക്ഷേ ആ ഒരു ഡീമൺ സ്ലെയറിനകത്ത് അവരെ ഈച്ച് ആൻഡ് എവരി എപ്പിസോഡ്സിൽ ഇപ്പം പറയുകയാണെങ്കിൽ നമ്മുടെ ഈ സെരിൻസുരുന്ന് കരയുന്ന സീൻ, അപ്പോൾ തിരിച്ച് ഇവൻ വീട്ടിലോട്ട് നടന്നു പോവുകയാണ്. ആരാ താഞ്ചിറോ തിരിച്ചു പോവുക. നടന്നു പോകുന്ന സമയത്ത് അവൻ്റെ ആ ബാക്ക്ഗ്രൗണ്ടും ആ ഒരു ഹോൾ ആ ഒരു പാനൽ കാണണം. അതായത് ഭയങ്കര കിടിലോട്ടാണ് അതിനെ മറ്റേ ചെയ്തു വെച്ചിരിക്കുന്നത്. അതുപോലെ അല്ല ഇൻഫിനിറ്റി കാസിൽ ലാസ്റ്റ് കാണിക്കുന്നത്.
ഇതുപോലെ വൺ പഞ്ച് മാൻ ചെയ്യാൻ പറ്റിയ വേറൊരു സ്റ്റുഡിയോ ആണ്. ഏതാ? ഉഫോ ടേബിള് ചെയ്താ മോനെ ചെയ്ത കിടിലടി. പക്ഷെ എനിക്ക് ആ ഒരു CGI അത് കാണണമെന്ന് ഒരു താല്പര്യമില്ല. എന്റെയും ഞാൻ ഒട്ടും പ്രിഫർ ചെയ്യാത്ത ഒരു കാറ്റഗറിയാണ് CGI ആനിമേറ്റഡ്. പക്ഷെ അവര് എന്താണെന്ന് അറിഞ്ഞൂടാ. എനിക്ക് ലാസ്റ്റ് ആ എക്സ്പ്ലോഷൻ സീനില് പയ്യെ എക്സ്പ്ലോർ ചെയ്യുമ്പോ ആ സ്നോ ഒക്കെ മെൽറ്റ് ആയി പോകുന്ന സീൻസ് ഒക്കെ അതൊക്കെ എന്ത് കിടിലായിട്ട് ചെയ്തവര്. ഒറ്റ സീനിന് കൊടുക്കാൻ പറ്റും ബെസ്റ്റ് ആനിമേഷൻ. ഞാൻ ആ ഒരു ഒറ്റ എപ്പിസോഡ് കൊണ്ട് ബാക്കി അല്ല എക്സ്പ്ലോഷൻ മാത്രല്ല മറ്റേ ഇൻഫിനിറ്റ് കാസ്റ്റിലേക്ക് അവരൊക്കെ വീഴുന്ന സീൻസ് അവരൊറ്റ എപ്പിസോഡിലെ അവര് ബോംബാണ് ഇട്ടിരുന്നത്. ആലോചിച്ചോ അത് ചിലപ്പോഴേ ഒരു ഇപ്പൊ ഭരതൻ എന്ന് പറഞ്ഞ മലയാളം സിനിമ, ആ സിനിമ വളരെ സ്ലോ പേസിൽ ഒന്നുമില്ലാതെ ഇങ്ങനെ പോയിട്ട് ലാസ്റ്റത്തെ ഒരു 15-20 മിനിറ്റാണ് ആ സിനിമ കത്ത് നിന്ന്. അത്ര സമയം കൊണ്ട് ആ സിനിമ ഒറ്റ ഫുള്ള് സെറ്റാക്കി. അതുപോലെ നമുക്ക് ഇതിനെ കണക്കാക്കൂടെ? അതിന് വേണ്ടിയാണ് ഇവര് ആ ഒരു ഒറ്റ ആർക്ക് ചെയ്തത്. അത് പറയാം. ശരിക്കും അവർക്ക് ലൈക്ക് ഏറ്റവും സിമ്പിളുള്ളൊരു പരിപാടി അവിടെ ചെയ്യുന്നത് ഒരു മൂവി ആർക്കായിരുന്നു. അതുപോലെ തന്നെ മറ്റേ ഉബിയാഷിക്കയുടെ ക്രോ ഐസന്റെ വോയിസ് ആക്ടർ അത് നമ്മൾ പരിചയമുള്ള വോയിസ് കേട്ട് നല്ല പരിചയം. അപ്പോഴേ ബാക്ക്ഗ്രൗണ്ട് ട്രച്ചർ ഇട്ട് കൊടുക്കണം. തൊമയാസാൻ കൂടെ പോവല്ലേ, അത് ആള് വേറെ. ഓക്കെ, ഇത്ര നേരം പറഞ്ഞതൊക്കെ ഞങ്ങൾക്ക് വലിയ റോസ്റ്റ് ചെയ്യാനൊന്നും കാര്യം ഒരുപാടൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിൽ ഞങ്ങൾ ലൈക്ക് ഒരു എപ്പിസോഡ് ഇറക്കി ആനിമയെ കുറിച്ചിട്ട്, ലൈക്ക് ബെസ്റ്റ് പ്രോമിസിങ് ആനിമ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഒരു എപ്പിസോഡ് 2 എപ്പിസോഡ് കണ്ടിട്ട് ഇവിടെയുള്ള കുറെ ആൾക്കാർ ഇത്രയും കിടിലൻ ആനിമ ഞാൻ കണ്ടില്ല. നല്ല കിടിലായിട്ട് കൊണ്ടുപോകാൻ പറ്റിയൊരു സംഭവം അവസാനം ഇതില് കൂടുതലാണ് ബെസ്റ്റ് ഒറിജിനൽ ആനിമ ഗസ് ചെയ്യൂ. ഒരു കാര്യമില്ലായിരുന്നു. ഈവൻ ഫസ്റ്റ് എപ്പിസോഡ് ഞാൻ റെക്കമെൻഡ് ചെയ്തു, ഞാൻ കുറെ പേർക്ക് റെക്കമെൻഡ് ചെയ്തു. ഫസ്റ്റ് എപ്പിസോഡ് ഞങ്ങള് അങ്ങനെ ഒരു അനിമെ റെക്കമെൻഡ് ചെയ്യുന്നത് വളരെ 1-2 അനിമയ്ക്ക് അങ്ങനെ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ റെക്കമെൻഡ് ചെയ്തൊരു സീരീസ് ആണ് നിഞ്ചാക്ക മൂവി. രണ്ടാമത്തെ എപ്പിസോഡ് പറഞ്ഞു. സെക്കൻഡ് എപ്പിസോഡും കൊള്ളായിരുന്നു. സെക്കൻഡ് എപ്പിസോഡ് കുഴപ്പമില്ലായിരുന്നു. കൊറിയോഗ്രഫിയും മറ്റേ ഫൈറ്റും ഒക്കെ എപ്പിസോഡ് കണ്ടിട്ടാണ് ഞങ്ങൾ പ്രോമിസിംഗ് എന്ന് പറഞ്ഞത്. അന്ന് ഞങ്ങൾ 2 കാര്യം പഠിച്ചു. അതിന് കയ്യാതെ ഒന്നും പറയുന്നത് 2 നിഞ്ചകം പോയിക്കൊള്ളൂല. ഞാൻ ഫസ്റ്റ് എപ്പിസോഡ് റെക്കമെൻഡ് ചെയ്തു. 5th എപ്പിസോഡ് ഞാൻ പറഞ്ഞു കാണണ്ട, ഡ്രോപ്പ് ചെയ്തേക്കാൻ പറഞ്ഞു. അഴുക്ക സാധനമായിരുന്നു. അയ്യോ, പിന്നെ ഞാൻ കണ്ട് കാര്യം അതൊന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടി കുത്തിയിരുന്ന് കാണേണ്ടി വന്നു. ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ ട്രാഷ് അടിക്കും. ഞാൻ ഫസ്റ്റ് 3 എപ്പിസോഡ് അല്ല, ഞാനിപ്പോ ഈ കണ്ടന്റ് ക്രിയേഷൻ ഇല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഡ്രോപ്പ് ചെയ്തതാണ്. പിന്നെ നമ്മളതും ഇടണ്ടോണ്ട് കണ്ടു. അതിന്റെ നോമിനീസും അല്ലെ കേട്ട് പരിചയമില്ലാത്തവരെ ക്ലൈമാക്സിലേക്ക് എത്തിയപ്പോ എന്തോ ഒരു പന്തികേട്. ഗേൾ ബാൻ ക്രൈ, അതുപോലെ ജെല്ലി ഫിഷ് ക്യാൻ സ്വിം ഇൻ ദ നൈറ്റ്. അതായിരുന്നു സത്യം പറഞ്ഞ ഡിസർവിംഗ് ആണ്. ജെല്ലി ഫിഷ് ക്യാൻ സ്വിം അത് നല്ല സീരീസ്. സംഭവം എന്തോ അത് ഇസക്കായി ടൈപ്പ് ആയിരുന്നോ? അല്ലല്ല, ഇസക്കായി ടൈപ്പ് അല്ലായിരുന്നു. പക്ഷെ അത് എന്തോ ഒരു ഡ്രാമ സെറ്റപ്പ് ആയിരുന്നു. ഡ്രാമ അല്ല, ഒരു എൻഗേജിങ് ആയിട്ട് നമുക്ക് തോന്നും. റൊമാന്റിക് ഡ്രാമ ഏകദേശം നല്ലതായിരുന്നു. റോം കോം ആണോ? റോം കോം ഒന്നും പറയാം. ടു ദ എൻഡ് ഓഫ് ദ വേൾഡ്, അങ്ങനെ നോമിനേഷൻ ആയിരുന്നു. ട്രെയിൻ ടു ദി എൻഡ് ഓഫ് ദ വേൾഡ് ഞാൻ കണ്ടില്ല. ഇതിനിടയ്ക്ക് ഇന്ന് കാണുന്നെന്ന് പറഞ്ഞ ഒരു കിടില ഒരു സാധനം പറഞ്ഞു. അതായത് ഒരു റെക്കമെൻഡേഷന് പറ്റിയ ഒരു സാധനമാണ് നീ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്ന അനിമ ടുമാറോ. അതില് നിങ്ങൾക്ക് ആർക്കും അറിയാത്തൊരു സംഭവം, അതിന്റെ സ്റ്റുഡിയോ പഴയ ലൈക്ക് ആർട്ട് വർക്ക് എല്ലാം ലൈക്ക് എടുത്തു വെച്ച് അതിന്റെ 30ാമത്തെ 40ാമത്തെ എന്തോ ആനിവേഴ്സറിക്ക് അവരിതെല്ലാം റീആനിമേറ്റ് ചെയ്തിട്ട് വരച്ചുണ്ടാക്കിയല്ലേ. പഴയ സാധനം ഫോട്ടോ എടുത്ത് സ്കാൻ ചെയ്യുന്ന പരിപാടിയല്ലേ പണ്ട് ഉണ്ടായിരുന്നത്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത്. പണ്ട് വരച്ച് വെച്ച സാധനങ്ങളൊക്കെ പുതുതായി സ്കാൻ ചെയ്ത് ഒക്കെ ഒന്ന് റെഡിയാക്കി ഒന്ന് ക്ലിയർ ആക്കി സാച്ചുറേഷനൊക്കെ ഒന്ന് കൂട്ടി കാണാൻ ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ പഴയ സൗണ്ട് തന്നെ കൊള്ളാം. ഞാൻ ഇതിന്റെ സത്യം പറഞ്ഞാൽ ഇതിന്റെ മാങ്ക വായിച്ചുള്ളായിരുന്നു. എനിക്ക് ഇതിന്റെ ആനിമ ഉണ്ടെന്ന് പോലും അറിയാൻ പറ്റും. റീസെന്റ് ഒരു പുള്ളിക്കാരൻ DM ചെയ്തപ്പോഴാണ് റീൽ ഉണ്ടായിരുന്നില്ല അതിന്റെ ക്ലൈമാക്സില്. ഞാൻ ശ്രദ്ധിക്കുന്നത് എനിക്ക് സ്പോയിലർ താല്പര്യമില്ല. അതല്ലടാ, അവന്റെ ഫൈനൽ സീൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഇരിപ്പുണ്ട്. ആ ഒരു ഇരിപ്പ് ആനിമയിലും എല്ലായിടത്തും അല്ല അത്ര ഐക്കോണിക് ആയിട്ടുള്ള ഇരിപ്പാണ്.
എൻഡിങ്ങും ഐക്കോണിക് ഞാൻ വിചാരിച്ചത് അവന് iconic ഇപ്പോയെ ending പോലൊരു നീ- ക്യാരക്ടർ നീ ആയിരിക്കും, പോയിട്ട് മോട്ടിവേറ്റബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും നീ എന്നാണ് പോയിട്ട് എത്ര നേരം ആയടാ എന്ന് അതിന് ടുമാറോ ജോ ആർക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് ഒരു വായിക്കാൻ പറ്റിയ മാങ്കയുടെ പേര് ഞാൻ പറഞ്ഞത് റെഡ് ബ്ലൂ. റെഡ് ബ്ലൂ ട്രൈ ചെയ്തിട്ടില്ല. ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഇവൻ റെക്കമെൻഡ് ചെയ്തത്. ബെസ്റ്റ് ന്യൂ ആനിമേ സീരീസ്. അല്ല മറ്റേ ഒന്നുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി ട്രാഷ് അടിച്ച് നശിപ്പിച്ചിട്ട് അടുത്ത ഇത്രയും തൊലിഞ്ഞൊരു വേറെ ഇല്ല. അയ്യോ ഞാൻ ലൈക്ക് ഫൈറ്റ് ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്ട് ഒക്കെ വിചാരിച്ചപ്പോ ഇവര് ബാറ്ററി തീരുന്ന റോബോട്ടിനൊക്കെ വെച്ച് കളിക്കണേ. അത് കുത്തിയിടുന്ന എവിടെ സൂപ്പർ ഗേൾ ഫ്രം ചൈന. ഇതൊരു സ്റ്റോപ്പ് മോഷൻ ചെയ്യുന്ന പോലെയാണ് ഓരോ സാധനം ചെയ്ത് വെച്ചിരുന്നത് അതിന്റെ അകത്ത്. അല്ല ഹാൻഡ് ടു ഹാൻഡ് കോമ്പാറ്റിൽ എനിക്ക് ഏറ്റവും ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല, എനിക്ക് സെമുറായി ചാംപ്ലൂവിന്റെ അത്രയും അല്ല ഒരു വരുമല്ലോ നറൂട്ടോ സെമുറായി ഫൈറ്റ്സ് അല്ലെങ്കിൽ ആ ഒരു സ്കീം നോക്കുവാണെങ്കിൽ സെമുറായി ചാംപ്ലൂവിന്റെ അത്രയും സമുറായ് ചാമ്പിളൊക്കെ വേറെ മറ്റേ ഇത് ലീഗാണ്. സമുറായ് ചാമ്പിളു ഇടയ്ക്കിടെ ഇപ്പൊ ഇറങ്ങിയിട്ടുള്ള ലസാറസ്, നേരത്തെ ഇറങ്ങിയിട്ടുള്ള ഇത് കൗബോയ് ബീപോപ്പ്, പിന്നെ ഇറങ്ങിയിട്ടുള്ള ആഫ്രോ സമുറായി. അല്ലെങ്കിൽ നഷ്ടമായി പോകും. ഏതാ ഈ ലാസറസ് അടുത്ത വർഷത്തെ ഒറിജിനൽ ആനിമി കിട്ടിയില്ലെങ്കിൽ നഷ്ടന്നല്ല, ഇത് വിട്ടേക്ക്, ഈ ക്രഞ്ചി റോൾ വിട്ടേക്ക്. ക്രഞ്ചി റോൾ ഞാൻ വിട്ടു. ഞാൻ ലൈക്ക് ഇതിന്റെ ഞാൻ ഓൾറെഡി വിട്ടു. ഞാനിതിന്റെ പോയിന്റേഴ്സ് ചെയ്തേക്കാം. ക്രഞ്ചി റോൾ. അടുത്തത് ബെസ്റ്റ് ന്യൂ ആനിമേ സീരീസ്. ഗസ് ചെയ്യൂ ഏതായിരിക്കും? ഗോരിച്ചേട്ടൻ ഗസ് ചെയ്യൂ. ആദ്യം നോമീസ് പറ, എന്നിട്ട് ഗസ് ചെയ്യാൻ പറ. ഡാൻഡ്രൻ, ഡെലീഷ്യസ് ഡഞ്ചൻ, ഫ്രെയറൻ, കൈജു നമ്പർ 8, സോളോ ലെവലിംഗ്, അപ്പോത്തിക്കരി ഡയറീസ്. 6 സീരീസിനാണ് എല്ലാം മാറി തിരിഞ്ഞ് കൊടുക്കുന്നത്. ഈ 6 നമുക്ക് ഇങ്ങനെ 6 വെച്ച് എല്ലാം ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെക്കാം. Guess ചെയ്യേണ്ട മാറ്റി വെച്ചത് ഇവര് ഫാൻസ് എടുത്ത് പൊക്കി പിടിച്ചിട്ട് വിൽക്കുകയാണ്, പറഞ്ഞ കാര്യമില്ല. പിന്നെ വേറെ കിട്ടും തോന്നുന്നുണ്ടോ ന്യൂ ആനിമയ്ക്ക് സോളോ ലെവലിംഗിന് എടുത്ത്. അതിൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ അപ്പോത്തിക്കരി ഡയറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എൻഗേജിങ് ആണ്. അല്ല ഞാൻ പറയാം, ഈ സീസൺ 2 ഇറങ്ങിയില്ലായിരുന്നു ചിലപ്പോ ഇതൊന്ന് മാറിയെന്ന. സോളോ ഈ സീസൺ 2 ഇല്ല, സോളോ ലെവലിംഗിന്റെ ഈ സീസൺ 2 ഇറങ്ങിയപ്പോ എല്ലാരും കൂടെ ഈ സോളോ ലെവലിംഗ് പൊക്കി പിടിച്ചിട്ടുണ്ട്. അപ്പൊ വീണ്ടും മറ്റേ ആ ഫാൻസ് മൊത്തം ഉറങ്ങി കിടന്ന ഫാൻസ് എല്ലാം വീണ്ടും ഉണർന്നു. അല്ലായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു വേറെ വേറെ സീരീസിനൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ടായിരുന്നു. അല്ലെ ഞാൻ ഇനി 2028 ഉള്ളൂ മാർക്ക്. ഇനി അന്നേ ഉണർത്തും. അതൊരു ഹൈബർനേഷൻ. ഞാനൊരു കാര്യം പറയട്ടെ, ഇത് ഓറ ഫാമിങ്ങിന് ഇത്രയും ഫാൻ ബേസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോത്തേക്കരി ഡയറീസിൽ മോമോക്ക് ഓറ ഫാമിങ് കൊടുക്കുന്ന ആലോചിച്ചോക്കില്ല. ബാക്ക്ഗ്രൗണ്ട് സ്കോർ കാര്യങ്ങൾ, ഈ സോളോ ലെവലിംഗ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ മാനുവൽ കാറ്റഗറിയിൽ കുറെ ഉണ്ട്. സോളോ ലെവലിംഗ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മീഡിയോക്കർ മാനുവലിൽ ഒന്നാണ്. ഈസി ടു എൻ്റർ ആണ്. ഡീമൺ സ്ലെയർ ആനിമേലുള്ള പോലെ ഈസി ടു എൻ്റർ ആണ്. ഡെത്ത് നോട്ട് ഞാൻ പറയുന്നത്, ഡെത്ത് നോട്ട് പോലെ നമുക്ക് എൻട്രി ചെയ്യാൻ എളുപ്പമുള്ള ഒരു സംഭവമാണ് ഡീമൺ സ്ലെയറും ഇതും പോലെ. ഡെത്ത് നോട്ടും പോലെ എൻട്രി ചെയ്യാൻ ഉള്ള സാധനമാണ്. എൻട്രി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകുന്ന ഒമ്നിസിയൻ റീഡേഴ്സ് വ്യൂ പോയിന്റിനകത്തോട്ടും ടീബേറ്റിനകത്തോട്ടൊക്കെ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ സോളോ ലെവലിന്റെ നമ്മൾ മറന്നേ പോകും. ഈ നാനോ മെഷീനൊക്കെ വായിച്ചവര് പിന്നെ ജിനുവെന്ന് ചിന്തിക്കത്തേ ഇല്ല. അല്ല ഈ നാനോ മെഷീനും ഈ പറഞ്ഞ മറ്റേ നോർത്ത് അംബ്ലേഡൊക്കെ വായിച്ചിട്ടുള്ളവന്മാര് എൽസി ഇല്ലാത്ത കായിഡിനൊക്കെ കണ്ടു. എലിസീഡിന്റെ ഈ ഓറ ഫാമിംഗ് എന്ന് പറയത്തില്ലേ, അത് സംജിൻ പോവല്ല, അത് കൈഡനാണ്. സത്യം, കൈഡനും കർട്ടിനും ആ 2 ക്യാരക്ടറുകൾ വരും. ഇതൊക്കെ മറ്റേ രോമൊക്കെ എഴുന്നേറ്റ് സല്യൂട്ട് അടിച്ചിട്ട് പോകും. ശരിയാ. വേറൊരു ഡയലോഗ് ഞാൻ പറഞ്ഞില്ല. സോളോ ലെവലിംഗ് ഞങ്ങൾ കുറച്ച് നല്ല രീതിക്ക് കുറ്റം പറയാം. അവസാനം നമുക്ക് ബെസ്റ്റ് കണ്ടിന്യൂയിങ് ആനിമേ സീരീസ് സമയമുണ്ടല്ലോ ഇതിന് പറയണം. ബെസ്റ്റ് കണ്ടിന്യൂയിങ് ആനിമേ സീരീസ് ഞാൻ നോമിനീസ് പറയാം. ബ്ലീച്ച്, 1000 Year Blood War, 1000 Year Blood War, ഡീമൺ സ്ലെയർ, മൈ ഹീറോ അക്കാഡമിയ, വൺ പീസ്, ഒഷിനോക്കോ, സ്പൈ എക്സ് ഫാമിലി. ഇതിന്റെ അകത്ത് സ്പൈസ് ഫാമിലി പിന്നെ ഒഷിനോക്കൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ 4 ചോദിക്കാം, ഇതിലേതായിരിക്കും ചേച്ചി സെലക്ട് ചെയ്യുക? ഓർ നല്ല ചോയ്സ് ആണ്. കണ്ടിന്യൂയിങ് എന്നുള്ളത് ജസ്റ്റ് ചോദിക്കുക. ലൈക്ക് കുറെ കാലമായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ട് നിൽക്കുന്ന ഒരു ആനിമെ ബ്രേക്ക് ചെയ്തിട്ടാണല്ലോ ബ്ലീച്ച് വന്നത്. ലൈക്ക് എനിക്ക് തോന്നുന്നു ബ്ലീച്ച് കണ്ടിന്യൂയിങ് ഞാൻ ഡീമൺ സ്ലെയറിന് കൊടുക്കും. എന്തായാലും അവന്മാര് കൊടുത്തു പോയി, നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത്
അല്ല അതൊരു ഞാൻ പറഞ്ഞില്ല അത് ആർക്കാക്കേണ്ട കാര്യം പോലും ഇല്ലായിരുന്നു. അവര് അവസാനം ഇറക്കിയ സീസണിന്റെ പുറകെ കൊണ്ട് 2 എണ്ണമായിട്ട് തട്ടിയിടാനുള്ള അതിനാണ് അത് വലിച്ചു നീട്ടി ഒരു കണ്ടിന്യൂസ് സീരീസ് ആയിട്ട് കൊടുക്കണത്. ബിസിനസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ അവാർഡ് ബെസ്റ്റ് കണ്ടിന്യൂയിങ് സീരീസിന് അവിടെ അർഹാനുണ്ട്. വൃത്തിയായിട്ട് ചെയ്തതല്ലേ ബ്ലീച്ചും വൺ പീസും ഒക്കെ. ബ്ലീച്ച് വൺ പീസ് ഗിയർ 5 ഉണ്ടായിരുന്നു. അല്ല ബ്ലീച്ച് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലീച്ച് കണ്ടിന്യൂ എന്ന് പറഞ്ഞാൽ ഇത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ബ്ലീച്ച് തിരിച്ചു വരുന്നത്. ഏകദേശം ഓരോ വർഷം വീതം 22 ഫസ്റ്റ് പാർട്ട്, 23 സെക്കൻഡ് പാർട്ട്, കണ്ടിന്യൂയിങ് ആണ്. അതുപോലെ ഡീമൺ സ്ലേയർ വന്നത് അങ്ങനെ ബ്ലീച്ചിന് കൊടുക്കാന്നല്ല. ബ്ലീച്ച് അല്ലെങ്കിൽ വൺ പീസ് നല്ല ചോയ്സ് ആയിരുന്നു. ബ്ലീച്ച് ആപ്റ്റ് ആണ്. ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഒരു ഇത്ര വർഷങ്ങൾക്ക് ശേഷം വന്നെന്നുള്ള പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ എനിക്ക് ഈ പറഞ്ഞ ബ്ലീച്ചിന് ഇടണമെന്ന് തന്നെയാണ്. ബ്ലീച്ചിന് ഇട്ടുക അല്ലെങ്കിൽ ഈ പറഞ്ഞ വേറൊരു ഇത് പറഞ്ഞു എനിക്ക് ഇങ്ങനെ തോന്നിയത്. ഇപ്പൊ ഈ പറഞ്ഞ ലിസ്റ്റ് ഫാമിലിയോ മൈ അക്കാഡമി സീസൺ 7 ഹീറോ അക്കാഡമി ഇറങ്ങിയായിരുന്നു. ഉഷിനോന്നും കൊടുക്കണ്ട. ഈ സീസൺ 2 സീസൺ 3 നിൽക്കുന്ന ആനിമ എങ്ങനെ കണ്ടിന്യൂയിങ് ബെസ്റ്റ് കണ്ടിന്യൂയിങ് എന്നുള്ളൊരു ചോദ്യമാണ്. അല്ല ബാക്ക് ടു ബാക്ക് ഇറങ്ങി ആവശ്യത്തിന് കാശ് ജനറേറ്റ് ചെയ്തു, ഫാൻസ് ഉണ്ട്. പിന്നെ ഇത് വോട്ടിംഗ് സിസ്റ്റം. സ്പൈ ഫാമിലി നല്ല കണ്ടിന്യൂയിങ് സീസൺ അല്ല. എനിക്ക് സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏതാ സ്പൈക്സ് ഫാമിലിയെ കുറിച്ച് പറയാനുണ്ട്, കുറച്ച് കഴിയട്ടെ. വേറെ ലിസ്റ്റ് ഉണ്ടോ? ഇല്ല വേറെ ഒന്നുമില്ല. അതാണ് ആകെ ലൈക്ക് പ്രൊട്ടക്ട് ആ ഒരു ഇത് മാത്രമേ സ്പൈ. ബെസ്റ്റ് കണ്ടിന്യൂ സീരീസിന് എല്ലാരും പറയുന്നത് ബ്ലീച്ച്. വൺ പീസിന് ഇനി എന്തുവാടേ? വൺ പീസിന് വർഷങ്ങളായിട്ട് വൺ പീസിന് തന്നെയാണ് ഈ ബെസ്റ്റ് കണ്ടിന്യൂയിങ് സീരീസ് ലിസ്റ്റില്. ബെസ്റ്റ് കണ്ടിന്യൂയിങ് സീരീസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ടോ? വൺ പീസ് കഴിഞ്ഞു. അപ്പോഴൊരു മാറി ചിന്തിക്കുക ഇടയ്ക്കിടയ്ക്ക്. ഇങ്ങനെയാണ് ഈ സൊസൈറ്റി ഒക്കെ മോശമാവുന്നത്. ഇങ്ങനെ മാറി ബ്ലീച്ചിന് കൊടുക്കാറുണ്ട്. ബ്ലീച്ച് നല്ലൊരു ഓപ്ഷൻ ആയിരുന്നു. കാരണം ബ്ലീച്ചിന്റെ അനിമേഷൻ വൻ അടിപൊളിയാണ് കേട്ടോ. ആനിമേഷൻ മാത്രമല്ല സ്റ്റോറി ആണെങ്കിലും ബെസ്റ്റ് ആണ്. ബെസ്റ്റ് ആർക്കുകളിലൊന്നാണ് ബ്ലീച്ച്. ഒരു മോണോക്രോം ആനിമെ പോലെയാണ് പോയത്. ലൈക്ക് ഡള്ളായിട്ടുള്ള കളറും കാര്യങ്ങളും. പറയട്ടെ മുമ്പുള്ള കാര്യം അല്ല. എനിക്ക് 1000 ഇയറിന് മുമ്പുള്ള ആനിമേഷൻ ഇഷ്ടമാണ്. ഞാൻ പറയട്ടടാ. എന്നുവെച്ചാൽ മോണോക്രോം മീൻസ് നമുക്ക് അവിടെ സോൾ സൊസൈറ്റി കാണിക്കുന്നതും അതുപോലെ ആകെ ഡെഡ് ആയി ലൈക്ക് ഭയങ്കര ബ്ലാക്ക് ആയിട്ട് നിൽക്കുന്നതാണ്. എടാ ആ ടൈമില് ബ്ലൂ യെല്ലോ റെഡ് എന്ന് പറഞ്ഞിട്ട് ലൈക്ക് ഇതിന്റെ കളർ കൊണ്ട് കിഡിലനായിട്ട് ഓരോ സാധനങ്ങൾ ചെയ്ത് വെക്കുന്നുണ്ട് ആനിമേഷനിൽ. അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ബ്ലീച്ചില്. അതെ അത് അടിപൊളിയാന്ന് ഞാൻ പറഞ്ഞത്. ഓൾറെഡി അതിന്റെ ഡയറക്ടർ ഒരു മൊണ്ണയാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞത് ഫാനിന്റെ രോദനം. അതെ അത് വെച്ച് നോക്കുമ്പോ ആനിമ ഒന്നുമല്ല. ശരി. പക്ഷെ എനിക്ക് ആനിമയുടെ എല്ലാവരും ആനിമയുടെ അനിമേഷൻ കുറ്റം പറയുമ്പോഴത്തേക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ പഴയ ബ്ലീച്ചിന്റെ അനിമേഷൻ ഇഷ്ടമാണ്. എനിക്കിഷ്ടമാണ് കുറച്ചുകൂടെ. എനിക്ക് പഴയ അനിമ ഇഷ്ടമാണ്. ഭയങ്കര ഗ്രെയിനി. അല്ല ഡ്രസ്സിംഗ് ഒക്കെ ഇവരുടെ മറ്റേ ക്യാരക്ടേഴ്സിന്റെ ഡ്രസ്സിങ്, ബാക്കിൽ ആർക്കിടെക്ചർ, അത് മാത്രമല്ല മറ്റേ ഹൂക്കമുണ്ടലുള്ള എല്ലാവരും ഡ്രസ്സിങ് പൊളിയാ. മറ്റേ ആ ഒരു ഇതും ഒരു കഴുത്തിലൊരു മാലയും അതൊക്കെ വിഷയ ലുക്ക്. അത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഫാഷൻ സെൻസ് ഉള്ളത്. സെൻസ് ഉള്ള ഇവനാണ് ഗ്രിംജോ മറ്റേ മാല പക്ക ഈമോ. അതാണ് ഇവനും ഭയങ്കര ബാരകൻ. ഇത് കഴിഞ്ഞിട്ട് കണ്ണ് കാണാത്ത ക്യാപ്റ്റൻ, ആ കൂട്ടത്തിൽ അമ്മരല്ല, കണ്ണ് കാണാത്ത ഒരുതുണ്ടായിരുന്നല്ലോ. അത് തോസൻ. തോസന് മറ്റേ കണ്ണാടി വെടിക്കിട്ട ഓരോ പ്രാവശ്യം ഓരോ ആർക്കിലും ഓരോ ഡ്രസ്സിംഗ്. ഐസന്റെ ലുക്ക് മറ്റേ ഒരു മുടിയൊക്കെ ഇങ്ങനെ മുമ്പിലോട്ടൊക്കെ ഇട്ട്. ആ ഡയലോഗ് എടാ നാറികളെ ബ്ലീച്ച് അല്ലോട് സംസാരിക്കുന്നത്. ക്രഞ്ചികളാണ് ഇവിടെ നിൽക്ക്. ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അടുത്തത് ബെസ്റ്റ്. ഇത്രയും കാലമായിട്ടുള്ളത് ഇന്ന് ക്രഞ്ചി റോള് പുതിയൊരു കാറ്റഗറി കൊടുക്കുന്നതാണ് ഗ്ലോബൽ ഇമ്പാക്ട് ആനിമെ അവാർഡ്.
ഗ്ലോബലി ഇമ്പാക്ട് പോലുള്ള anime. അതാണ് അതിന്റെ ടൈറ്റിൽ. Like, ഇതില് എന്താ പറയാ നോമിനീസോ കാര്യങ്ങളൊന്നും ഇല്ല. അവാർഡ് കൊടുക്കൂല അതേപോലെ അറ്റാക്ക് ഓൺ ടൈറ്റൻ. അവന്മാര് മറ്റേ 20 ഇതൊരു പറഞ്ഞു ഏതാ ഷീൽഡിന് പറഞ്ഞ് ഇപ്പൊ 21 ഒരു ഷീൽഡാണ് അവന്മാർ അടിച്ചു കൊടുത്ത്. അപ്പൊ എന്തിനേലും കൊടുക്കാൻ ഗ്ലോബലി ഇമ്പാക്ട് ചെയ്തു. എത്ര ഏഗ്രസ്റ്റുകളാ മൊട്ടയെന്ന് വരാത്ത പോലും ഈ ഒരു ഇന്ത്യക്കാർ. അത് ശരിയാ. പക്ഷെ ഡീമൺ സ്ലെയർ അല്ലേ ഗ്ലോബലി ഇമ്പാക്ട്? അല്ല, ഗ്ലോബൽ ഇമ്പാക്ട് എന്താണ്? ജനസൈഡ് ആണോ ഗ്ലോബൽ ഇമ്പാക്ട്? അല്ലടാ. അല്ല, ഡീമൺ സ്ലെയർ ആക്ച്വലി ഇൻഡസ്ട്രിയിൽ ഒരു മാറ്റം കൊണ്ടുവന്നത്. യു കാൻ സേ ഇറ്റ് ഫോർ ഓഡിയൻസ് എന്ന് പറയാൻ പറ്റില്ല. Awards creators and groundbreaking works that have left an indelible mark on culture, history and the hearts of audience. Oh, okay. Yes, Then true. it makes sense. True. Then Attack on Titan is a good makes sense. ലൈക്ക് ആനിമെ കുട്ടികൾക്കാണെന്ന് പറഞ്ഞവർക്ക് സിമ്പിൾ ഇട്ട് കൊടുക്കാൻ പറ്റിയ ആനിമയാണ് അറ്റാക്ക് ഓൺ ടൈറ്റൻ. ഓസ്ട്രിയൻ പെയിന്ററിനെ കുറിച്ച് കൂടുതൽ ആൾക്കാരെ എത്തിച്ചതും ഏഗ്രസ് ആണെന്നുള്ളത് എനിക്ക് പറയാനുണ്ട്. കാര്യം കൂടുതൽ ആൾക്കാർ അതിനെ കുറിച്ച് വായിക്കാൻ തുടങ്ങി. ഇത്രയൊക്കെ കുറ്റം പറയാനുണ്ടെന്നുണ്ടെങ്കിലും നല്ലൊരു ആനിമയാണ്. എന്തുകൊണ്ടാണ് ജനസൈഡ് ഒറ്റയടിക്കിരുന്ന് കാണാതിരുന്നാ മതി. എന്തുകൊണ്ടാണ് ജനസൈഡിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ള ടീമുകൾ വരെ വന്നിട്ടുള്ളൂ മുമ്പിലോട്ട്. നീ ഒന്ന് ആലോചിക്കണം. Cultural impact super. ഹിറ്റ്ലർ ഇത്രയും പേരെ എങ്ങനെ? അതെ, നല്ല സൂപ്പറായിരുന്നു. Super cultural impact. അപ്പോ ഹിസ്റ്റോറിക്കൽ ഇമ്പാക്ട്. ഓസ്ട്രേലിയ ഒരു പരിപാടി ചെയ്യാൻ പറ്റിയ ഓഡിയൻസിന് ചോദിച്ചപ്പോൾ ശരിയാ. തെറ്റുന്നു. ശരിയാ. അവൻ ബസ്സിൽ കണ്ട് എന്ത് പറയും? കേശവ എന്തോ കേശവ കാർത്തിക് അങ്ങനെ എന്തോ തന്നെ. അല്ലടാ, എറണിയഗ്രത് ചെയ്ത് എന്താ തെറ്റ്? അയാളുടെ വയലോപ്പള്ളിയിൽ വെച്ചിട്ട് അയാളെ നാട്ടിൽ വന്ന് അയാളെ ചൊറിഞ്ഞു, അയാൾ തിരിച്ചങ്ങോട്ട് ചൊറിഞ്ഞു. അത്രേ ഉള്ളൂ. ഇതാണ് നിങ്ങളുടെ പോയിന്റ്. ഇങ്ങനെ പോയിന്റ് ആകരുത്. ഇത് നല്ല പോയിന്റ് അല്ല. അങ്ങനെയാണ് ആൾക്കാർ വിചാരിക്കുന്നത്. നമ്മൾ സമൂഹത്തിലെ ഒരു മാതൃകയായ പിന്നെ മനുഷ്യനാവുക. ഹിസ്റ്റോറിക്കൽ ഇമ്പാക്ട് ഒരുപാടുണ്ട്. കൾച്ചറൽ സിഗ്നിഫിക്കൻസ്. നമുക്കത് അവിടെ നിർത്താം. സങ്കടപ്പെടുന്ന കാര്യമാണ്. ബെസ്റ്റ് ഫിലിം ഓഫ് ദി ഇയർ, അനിമെ ഫിലിം ഓഫ് ദി ഇയർ. കരുണെ വലങ്കൈ പൊങ്ങരുത്. ഞാന് ഈ കൂട്ടത്തിൽ ഞാൻ നോമിനീസിൽ 2 ആനിമയെ കണ്ടിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു കൊടുക്കാൻ പറ്റിയുള്ള ഒരു ആനിമയാണത്. ഏതാ ബെസ്റ്റ്? ഹൈക്യു ദ ഡംസ്റ്റർ ബാറ്റിൽ കണ്ടിട്ടുള്ളേ? അതുപോലെ ലുക്ക് ബാക്ക്, ഇത് നമ്മൾ ആദ്യം പറഞ്ഞില്ലേ? നീ പിന്നെ എന്തിനാ പറയണേ? ഇത് പറഞ്ഞിട്ടില്ല. പറഞ്ഞില്ലേ? മൈ ഹീറോ അക്കാഡമിയ, സ്പൈ എക്സ് ഫാമിലി കോഡ്, ദ കളർ വിത്ത്. ഞാനത് ആ കൺട്രോളുള്ള ഇതാണ് ഹൈക്യു ആണ്. ഹൈക്യു ഭയങ്കര അഡ്രിനാലിന് മറ്റേ അഡ്രിനാലിന് ഹൈപ്പിൽ ഇരുന്ന സാധനം. ശ്വാസം എടുക്കാൻ മറന്നുകൂടാതെ കണ്ടുകൊണ്ടിരുന്നത് എങ്ങനെ ഇരിക്കും. ആ മൂവി നല്ലൊരു പക്ഷേ ഇല്ലേ ഈ ഒരു കാറ്റഗറിയിൽ ലുക്ക് ബാക്ക് നല്ലൊരു സംഭവമാണ്. എന്തുകൊണ്ടും ഈ മറ്റേ ഹാർട്ടിന് മറ്റേ കറക്റ്റ് എന്തെങ്കിലും അസുഖമുള്ളവരൊന്നും ഹൈക്യു കാണാൻ ഞാൻ പ്രിഫർ ചെയ്യത്തില്ല. കാരണം മറ്റേ ശ്വാസം എടുക്കാൻ മറന്നുകൂടാ. അതിനകത്ത് മറ്റേ ഇങ്ങനെ ഇരിക്കുകയായിരിക്കും നമ്മൾ എടുക്കൂടെ. ആ ഒരു സാധനം ഉണ്ട്, കറക്റ്റ് അഡ്രിനാലിൻ ഐറ്റം ഉണ്ട്. ലുക്ക് ബാക്ക് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ടു. ഇതില് ചെക്കൗട്ട് ചെയ്യാം ഉറപ്പാ. ഇത് നല്ല സാധനമാണ്. ഒരു ടൈം എത്തുമ്പോ നമുക്കൊരു പ്രതീക്ഷ ഒക്കെ തരും. പക്ഷെ പ്രതീക്ഷ ഒക്കെ പോകുമ്പോ പക്ഷെ നല്ല നല്ല ആനിമയാണ്. അങ്ങനെയല്ലേ വരും. ഓദറിന്റെ ആണല്ലോ ഇതിന്റെ ലുക്ക് ബാക്കിന്റെ ആ ഓദറിന്റെ കഥയാ. ഇനി ലാസ്റ്റത്തെ അവാർഡ് നമ്മൾ പറയാൻ പോവാണ്. കാറ്റഗറി പറയാം. ഇത് കഴിഞ്ഞ് ഞങ്ങളൊരു 5 മിനിറ്റ് ഈ അനിമയെ കുറ്റം പറയും. അല്ല, നമ്മള് എഴുന്നേറ്റ് വന്ന ഒരു മൗനമായിട്ട് 2 മിനിറ്റ് നമ്മൾ ആചരിക്കുന്നതായിരിക്കും. അനിമെ ഓഫ് ദി ഇയർ കാറ്റഗറി നോക്കാം. കാറ്റഗറി പറഞ്ഞ നോമിനീസ് വരാം. ഡാൻഡൻ, ഡെലീഷ്യസ് ഡഞ്ചൻ, ഫ്രൈറൻ, കൈജു നമ്പർ 8, അപ്പോത്തേക്കരി ഡയറീസ്, സോളോ ലെവലിംഗ്. ഈ ഒരു നോമിനേഷൻ്റെ അത് വരാനുള്ള കുറെ അനിമ ഉണ്ടായിരുന്നു. ഓ അതുണ്ടായിരുന്നു. ഇത്രയും ലൈക്ക് ബെസ്റ്റ് ആനിമെ ഓഫ് ദി ഇയർ സോളോ ലെവലിംഗ്. കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇതിന് കുറ്റം പറഞ്ഞത് JJK ആയിരുന്നു. ഇരുത്തി നശിപ്പിച്ചത് JJK ആയിരുന്നു. സീസൺ 2 എടാ നമ്മൾ 3 പേരായിരുന്നല്ലേ? നിങ്ങളെല്ലാരും ഉണ്ടായിരുന്നു. കരുണ്, ഞാന്, സ്വാലി, മുടിയൻ ചേട്ടൻ,
പിന്നെ നമ്മുടെ നമ്മൾ 5 പേരുണ്ടായിരുന്നു. നമ്മൾ 5 പേരായിരുന്നു. നമ്മൾ 5 പേര്. നശിപ്പിച്ചായിരുന്നു. സ്വാലി കേട്ടനായിരുന്നു. സോലി സാലി ഉണ്ടായിരുന്നു, സാലി ഉണ്ടായിരുന്നു. അന്നായിരുന്നു ഫുൾ അസ്തഫുറുള്ള ബട്ടൺ അസ്തഫുള്ളാവട്ടെ നോമ്പായിരുന്നു അന്ന്. Good episode ആയിരുന്നു. ഓ ഉണ്ട്. അന്ന് JJK എന്ത് JJKയുടെ ക്രിയേറ്റർ എന്താണ് ചെയ്തത് അതാണ് ഈ വർഷം സോളോ ലെവലിലെ ക്രിയേറ്റർ ചെയ്തത്. ക്രഞ്ചി റോളിനെ പോയി എന്റെ അവിടെ പോയി കുനിഞ്ഞു നിന്ന്. അല്ല ഞാൻ എന്താ പറയാ, സത്യം പറഞ്ഞ ഇതും ഞാൻ പറഞ്ഞേ ആ സീസൺ 2 ഇറങ്ങിയോണ്ട് മാത്രം വിജയിച്ചാണ് അല്ലേ? സീസൺ 2 ഇറങ്ങിയോണ്ട് എല്ലാരും സീസൺ 2 കൊണ്ട് സീസൺ 2 ആണെന്ന് പറഞ്ഞാണ് പോയി കുത്തിയത്. സീസൺ 2 1 എന്തോ ആയിക്കോട്ടെ, ഇതിന് എങ്ങനെ സീസൺ 1 ആണ്, അതാണ് ഏറ്റവും കോമഡി. അല്ല, ഫാൻസിന് സത്യം പറഞ്ഞാൽ ഇനി അങ്ങോട്ട് ഫീസ്റ്റ് ആണ്. കാരണം എന്ന് പറഞ്ഞാല് ഇനി പോലെ ഇത് മാത്രമേ ഉള്ളു. ഏതാ ഈ ഓറ ഫാമിക്ക് മാത്രമേ ഉള്ളൂ. ആദ്യത്തെ 2 ആർക്കിലാണ് ഈ പറഞ്ഞ സ്റ്റോറി കുറച്ച് ഇവോൾവ് ആയിട്ട് ഇവൻ ആരാണെന്ന് ആൾക്കാർ അറിയുന്നത്, ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്, അത് ഇവൻ ഫുൾ ആവുന്നത്. ഇത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഫുള്ള് ഇവൻ മറ്റേ ഫാം ചെയ്യുന്നതാണ് പരിപാടി. ഇവന്റെ ഫാമിങ് മാത്രമാണ്. അതൊക്കെ അതുണ്ട്. സീസൺ 3ന്റെ അകത്തായിരിക്കും മിക്കവാറും. ആർക്കിടെക്റ്റ് അടിയായില്ല, ആർക്കിടെക്റ്റ് ആയിട്ട് ആ ഇനി ഫുള്ള് ഭയങ്കര വൺ സൈഡ് ആണ്. ഇനി വൺ സൈഡ് മാത്രമല്ല, ഇനി ഫാമിങ് ആനിമയിലെത്തിയില്ല. ആർക്കിടെക്റ്റിനെ കണ്ടിട്ടുള്ളൂ. മൊണാർക്കുകൾ വന്ന് ഈ ആർക്ക് കഴിഞ്ഞാലാണ് ആർക്കിടെക്റ്റിലേക്ക് കയറാൻ വേണ്ടിയുള്ള ആ ഒരു അത് ഇതാകത്തുള്ളൂ. കഴിഞ്ഞിട്ട് മൊണാർക്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഞാൻ പറഞ്ഞ ഇതില് സോളോ ലെവലിംഗ് ഒഴിച്ച് ബാക്കി ആർക്കും കൊടുക്കാം. ഡണ്ടറാന് കൊടുക്കണോ കൊടുക്കാം, ഡണ്ടൻ മിഷി കൊടുക്കണോ, പിന്നെ കൊടുക്കാൻ പറ്റിയ അനിമയാണ്. നെറ്റ്ഫ്ലിക്സിലെ ഹൈയസ്റ്റ് അല്ല റേറ്റഡ് നല്ല അനിമയാണ്. രണ്ടരന് കൊടുക്കണമെന്ന് പറയാൻ കാരണം എന്താ അറിയോ, നല്ല ഒന്ന് സ്റ്റോറി ലൈൻ. സ്റ്റോറി ലൈൻ പറയുമ്പോഴത്തെ കുറെ മരം നട്ടു പോയതാണോ സ്റ്റോറി ലൈൻ ചോദിച്ചോണ്ട് വരുന്നുണ്ട്. അല്ല ഇവിടെ പൊട്ടന്മാരെ ഈ നിങ്ങൾക്ക് മറ്റേ ഈ സ്ഥിരമായിട്ട് നരൂറ്റോ തന്നെ റീമേക്ക് ചെയ്ത് നരൂറ്റോ ബ്ലീച്ച് തന്നെ റീമേക്ക് ചെയ്ത് കണ്ട് നിങ്ങൾക്ക് മറ്റേ പുതിയ സ്റ്റോറി അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു ബോധം ഇല്ലാതായി പോയോ? ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ബാക്കിയുള്ള ആൾക്കാരോട് സംസാരിക്കാൻ വലിയ സ്കില്ലൊന്നും ഇല്ലാത്ത ഒരാള് കൺസ്പിറസി തിയറീസ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുക ഒരു നീഷായിട്ടുള്ള ഒരു സെക്കൻഡ് അങ്ങനത്തെ സ്റ്റോറി ഇതിനു മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിയിട്ടില്ല. അതിലും വേറെയും കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. ലൈക്ക് കൂടുതൽ സ്ലൈസ് ഓഫ് എല്ലാം അങ്ങ് മറ്റേ നരൂറ്റോയും ബ്ലീച്ച് റീമേക്ക് ചെയ്ത് ഇറക്കുന്നത് മാത്രം മതി ഉമ്മാർക്ക്. ഈ പറഞ്ഞ ഏതൊക്കെയാ പറയാൻ പറ്റും? ബ്ലാക്ക് ക്ലോവർ, പിന്നെ മാച്ചിലൊന്നും കൊടുക്കാൻ പറ്റും. ഡീമൺ സ്ലെയർ പോലും പറഞ്ഞു കൊടുക്കണം. മൈ ഹീറോ അക്കാഡമി, അപ്പോത്തേക്ക് ഡയറീസിന് കൊടുക്കായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ മതി ഉമ്മാർക്ക്. നിങ്ങളോട് ഒരു കാര്യം പറയാണ്, കഴിഞ്ഞ കൊല്ലം JJK ബെസ്റ്റ് ആനിമി ഓഫ് ദി ഇയർ അവാർഡ് കൊടുത്ത ടീമാണ് ഇവര്. സോളോ ലെവലിംഗ് അവാർഡ് കൊടുത്ത് യാതൊരു സർപ്രൈസിംഗ് ആയിട്ടുള്ള കാര്യമല്ല. കൂടുതൽ പ്രതീക്ഷിച്ച് നമ്മൾ വേണം പറയാൻ. സത്യം പറഞ്ഞ ഇത് ഓൾറെഡി തന്നെ സത്യം പറഞ്ഞാൽ കണ്ടതാണ്. കാരണം ഞങ്ങൾ മറ്റേ ഇതിനു മുമ്പ് ഒരു ഷോർട്സ് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞതാണ്. അതായത് ഈ പറഞ്ഞ പോപ്പുലാരിറ്റി ആൾക്കാരെ എല്ലാവരെയും മറ്റേ അങ്ങ് സന്തോഷിപ്പിക്കുക അതിനുവേണ്ടി മാത്രമാണ് ഈ ഒരു അവാർഡ് സെറിമണി വെച്ചിട്ടുള്ളതെന്ന് തോന്നിയിട്ടുള്ളത്. കാരണം അതിനു വേണ്ടി മാത്രം കണ്ടന്റ് ഒന്നും ഇമ്പോർട്ടന്റ് അല്ലോ ഇവർക്ക്. ഒരു കാര്യമില്ലായിരുന്നു ഈ ഇതിന് മറ്റേ രണ്ടിന് കൊടുക്കാനുള്ള പറയാൻ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇൻട്രോ ഔട്ട്രോ കിടിലമാണ്, ആനിമേഷൻ കിടിലമാണ്, എൻഗേജിങ് ആണ്, ഈ പറഞ്ഞ സ്റ്റോറി കിടിലമാണ്, ഈ പറഞ്ഞ ക്യാരക്ടേഴ്സും ക്യാരക്ടറിന്റെ വോയിസ് ആക്ടേഴ്സും കിടിലമാണ്, ക്യാരക്ടേഴ്സിന്റെ ബാക്ക് സ്റ്റോറി കിടിലമാണ്, ഡയറക്ഷൻ കിടിലമാണ്. അതെ എങ്ങനെ അതൊരു കംപ്ലീറ്റ് സീരീസ്. വൺ പഞ്ച് മാൻ്റെ സീസൺ 1 കഴിഞ്ഞിട്ട് ഞാൻ ഒരു കംപ്ലീറ്റ് സീരീസ് കാണുന്നത് ഈ പറഞ്ഞ രണ്ടാമത്തെ ഫസ്റ്റ് സീരീസാണ്. ഒരു കംപ്ലീറ്റ് സാധനം എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ ആ മ്യൂസിക് തുടങ്ങി എൻഡിങ്ങിൽ ആ മ്യൂസിക് വരെ ആ ഒരു എൻഗേജ്മെൻറ്റ് എങ്ങനെ നിലനിർത്തി കൊണ്ടുവന്നൊരു സാധനം. ഈ വൺ പഞ്ച് മാൻ്റെ നമ്മൾ ഇതിനു മുമ്പ് നേരത്തെ പറഞ്ഞുള്ള കാര്യമാണ്. അതായത് ഒരു മെറ്റൽ സോങ്ങിൽ തുടങ്ങി സ്റ്റോറി കഴിഞ്ഞ് ഒരു മെലഡിയിൽ അവസാനിപ്പിക്കുന്ന ഒരു രീതിയായിരുന്നു ഈ പറഞ്ഞ വൺ പഞ്ച് മാനുള്ളത്. അതുപോലെ തന്നെ ഒരു പ്രത്യേക രീതിയിൽ, അതായത് ഒരു മെയിൽ റാപ്പ് മ്യൂസിക്കിൽ തുടങ്ങിയിട്ട് എൻഡിങ്ങിൽ ഒരു ഫീമെയിൽ മ്യൂസിക് ഇച്ചിരി ഒരു എന്താണ് പറയുന്ന അത്ര മെലോഡിയസ് അല്ല, ഒരു ക്രാങ്കി മ്യൂസിക്കിനകത്ത് തീർക്കുന്ന ഒരു രീതിയിലായിരുന്നു ഇതിൻ്റെ ഒരു മ്യൂസിക് ഒരു
എപ്പിസോഡ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് തന്നെ. അപ്പം അതിൽ വരെ ഇവർ മറ്റേ കോൺഷ്യസ് ആയിട്ട് ഇറക്കിയിട്ടുള്ള ഒരു സീസണും ഒരു എപ്പിസോഡ്സ് വരുന്നത്, അതിന് കൊടുക്കാതെ ഈ പറഞ്ഞ ഈ സോളോ ലെവലിങ്ങിന് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ബെസ്റ്റ് മെയിൻ ക്യാരക്ടർ ആരാ നോക്കിയോ? അതും ജിന്നുവാ. പറഞ്ഞല്ലോ നമ്മള് അതിൽ കട്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കട്ടായി തുടങ്ങിയെന്നല്ലേ ഞാൻ കുറച്ച് പോയിന്റേഴ്സ് എഴുതിയാൽ നോക്കിയാണ്. അതില് ജസ്റ്റ് പറയാനുള്ള ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് സ്പൈ എക്സ് ഫാമിലിക്ക് കാര്യമായിട്ട് അവാർഡൊന്നും കിട്ടിയിട്ടില്ല. സാധാരണ കഴിഞ്ഞ പ്രാവശ്യം കിട്ടി. കഴിഞ്ഞ വർഷം എന്തിനായിരുന്നു കിട്ടിയത്? കോമഡി സീരീസ് കോമഡി കോമഡി ആയിട്ടത് ഇപ്രാവശ്യം കോമഡി സീരീസ് ഒന്നും ഇല്ലേ? ഉണ്ട്. ഉണ്ട്. മെയിൻ സാധനങ്ങളൊക്കെ ഈ ഞാൻ വർഷം മറന്നുപോയി. കട്ടാ തുടങ്ങി. കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഐറ്റംസ് ഈ വർഷം വരുന്നത്. ഇച്ചിരി കോമ്പറ്റേറ്റീവ് ഉണ്ടായിരുന്നു. നമുക്ക് പയ്യെ വൈൻഡ് അപ്പ് ചെയ്യാം. പോയി കഴിഞ്ഞാൽ വേറെ വലുതൊക്കെ നല്ലൊരു എപ്പിസോഡായിരുന്നു. അതെ, വലിയ കുഴപ്പമില്ലാത്ത ഒരു സമാധാനമൊക്കെ. മനസ്സിൽ ഭാരമൊക്കെ ഇറക്കി വെച്ച്. ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഫ്രസ്ട്രേഷൻ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കാണിക്കുക. ഞാൻ കുറച്ച് റീച്ച് ഇട്ടട്ടെ. മാക്സിമം നിങ്ങളുടെ ഫ്രസ്ട്രേഷനൊക്കെ ആർക്കൊക്കെ അവാർഡ് കിട്ടിയില്ല അവർക്ക് നമ്മള് മറ്റേ നമ്മളെ ഏജിനകത്ത് നമുക്ക് ആനിമേ കാണാൻ പറ്റുമെന്നൊക്കെ ചിലർക്ക് ഡൗട്ടൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ താഴെ വന്നിട്ട് കമന്റ് ഒക്കെ ഇഷ്ടംമാതിരി ഇടാം കേട്ടോ. ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല. നിങ്ങളുടെ കൈ, നിങ്ങളുടെ സമയം, നിങ്ങൾ ഇന്റർനെറ്റ്, ഞങ്ങളുടെ കമന്റ് സെഷൻ. എങ്ങനെയുണ്ട്? സോളോ ലെവലിംഗ് ഫാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് കണ്ടിട്ട് ദേഷ്യം തോന്നിയെങ്കിൽ നിങ്ങൾക്കും കമന്റ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ കൈ നീട്ടി സ്വീകരിക്കുന്നു. രണ്ട് കാലും കൂടി നീട്ടി സ്വീകരിക്കും. അപ്പോൾ സ്ഥിരം ഡ്രിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ പയ്യൻ്റെ പേജിലും സബ്സ്ക്രൈബ് ചെയ്യുക, എക്സ്ട്രാ കോമിക്. അപ്പം എല്ലാം പറഞ്ഞാലേ അടുത്ത വീഡിയോ വരെ ബൈ. ബൈ ഗൈസ്.